നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അമ്മ എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല. പരീക്ഷയൊക്കെ വരാൻ പോകുന്നല്ലോ എന്ന് ആലോചിച്ചപ്പോ ഒരു ടെൻഷൻ. അതാ ഞാൻ വഴക്ക് പറഞ്ഞത്. സാമൂഹ്യ സേവനം ചെയ്യുന്നതെല്ലാം നല്ല കാര്യം തന്നെയാ. ഇപ്പഴാ എനിക്ക് സമാധാനായത്. അതിരിക്കട്ടെ, ഏത് ആശുപത്രിയിലാ ചാരിറ്റി പ്രവർത്തനം നടത്തിയത്? സിറ്റി ഹോസ്പിറ്റലില് അമ്മ കേറ്ററിംഗിന് ഫുഡ് കൊടുത്തില്ലേ, ആ ഹോസ്പിറ്റലില്. ആ, സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ നമ്മുടെ അമ്മയുടെ സ്വന്തം ഹോസ്പിറ്റല്. ഞാനവിടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നു വെച്ചിട്ട് അതെങ്ങനെയാ എന്റെ സ്വന്തം ഹോസ്പിറ്റലാവാ? അമ്മേ, ഒരു തമാശ പോലെ പറഞ്ഞതാ. ഞങ്ങള് പേഷ്യൻസിന് മെഡിക്കൽ കിറ്റ് വിതരണം ചെയ്തതിന്റെ ഫോട്ടോ. നോക്കട്ടെ. അയ്യോ, സോറി അങ്കിൾ. സാരമില്ല. അങ്കിൾ അപർണേച്ചിയുടെ റിലേറ്റീവ് ആയിരിക്കും അല്ലേ? അതെ. അങ്കിൾ വരൂ, എന്റെ ചേട്ടനാ കല്യാണ പയ്യൻ. ഇത് അപർണേച്ചിയുടെ ബന്ധുവല്ലേ? അന്ന് കല്യാണത്തിനുണ്ടായ ആള്. നോക്കട്ടെ. ഇയാളെ എനിക്കറിയില്ല. ഇങ്ങനൊരു ബന്ധു ഞങ്ങൾക്കില്ല. ഇങ്ങനൊരു ബന്ധു ഇല്ലേ? ഞാനല്ലേ ഇദ്ദേഹത്തെ സീറ്റിൽ കൊണ്ടുപോയി ഇരുത്തിയത്. ഇങ്ങനൊരു ബന്ധു ഉള്ളതായിട്ട് ഓർമ്മ വരുന്നില്ലല്ലോ. ചിലപ്പോ മാസ്ക് വെച്ചതുകൊണ്ട് തിരിച്ചറിയാത്തതായിരിക്കും. ഇത് വെറുതെ ഇന്റർനാഷണൽ പ്രശ്നമൊന്നും ആക്കണ്ട. എനിക്ക് കുറെ ജോലി കിടക്കുക. ഞാൻ ജോലി കേൾക്കട്ടെ. ഒന്ന് നോക്കട്ടെ. ഇതിനകത്ത് ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആരും മറിഞ്ഞു നിൽക്കുന്ന പോലെ. ശരിയാണല്ലോ. അത് അയാളുടെ വൈഫായിരിക്കും. ഫോട്ടോയില് വരണ്ടാന്ന് കരുതി മാറി നിന്നതായിരിക്കും. എന്നാലും ഞാനിവരെ കണ്ടില്ലല്ലോ. ഓ, ലോകത്തുള്ള എല്ലാവരും നീ കണ്ടോണ്ടിരിക്കല്ലേ? എന്തായാലും മോളെ, സംഗതി കലക്കി. പക്ഷെ അമ്മ പറഞ്ഞതുപോലെ പഠിത്തം ഉഴപ്പരുത്. അതൊക്കെ എനിക്കറിയാം ചേച്ചി. എന്നാലും ഈ കള്ള എത്ര കാലം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന അറിയില്ല. ഇനി വരുന്നത് പോലെ വരട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.